العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. എൻ്റെ വോയിസ് ക്ലിയർ അല്ലേ? ഹലോ, കേൾക്കുന്നുണ്ട് സർ. നമുക്ക് ഇന്നലെ നമ്മൾ ഷിബ്ഹ് ജുംലയുമായി ബന്ധപ്പെട്ട ഭാഗമായിരുന്നു പറഞ്ഞിരുന്നത്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഇലാഫത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇലാഫത്ത് എന്ന് പറയുമ്പോൾ ഒരു ഇസ്മിന് മാത്രം ഉണ്ടാകുന്നൊരു പ്രത്യേകതയാണ് ഇലാഫത്ത്. ഒരു ഇസ്മിനെ മറ്റൊരു ഇസ്മിലേക്ക് ചേർത്തി പറയുന്നതിനാണ് ഇലാഫത്ത് എന്ന് പറയാം. ഇപ്പോൾ കലമ് എന്ന് പറഞ്ഞാൽ പേന എന്നർത്ഥം. സെയ്ദ് ഒരു വ്യക്തിയുടെ പേരാണ്. ഈ കലമിനെ സെയ്ദിലേക്ക് ചേർക്കുമ്പോൾ കലമു സെയ്ദിൻ, സെയ്ദിൻ്റെ പേന എന്ന് നമ്മൾ പറയും. അപ്പോൾ ഇതിനൊക്കെയാണ് ഇലാഫത്ത് എന്ന് പറയാം. കലമു സെയ്ദിൻ, ഇവിടെ കലമ് എന്നതിനെ സെയ്ദ് എന്നതിലേക്ക് ഇലാഫത്ത് ചെയ്തു. അപ്പോൾ ആദ്യത്തെ ഇസ്മ്, ഒന്നാമത്തെ ഇസ്മിനാണ് നമ്മൾ മുലാഫ് എന്ന് പറയാം. അതിനാണ് നമ്മൾ ചേർക്കപ്പെട്ട ഇസ്മ. അതാണ് ആ ഇസ്മിനെ എന്തിലേക്കാണ് നമ്മൾ ചേർത്തിയത്? സെയ്ദിലേക്കാണ് ചേർത്തിയത്. അപ്പോൾ ആ സെയ്ദിനെ കുറിച്ച് മുലാഫ് ഇലൈഹി എന്നും പറയും. അപ്പോൾ ഒന്നാമത്തെ ഇസ്മു മുലാഫാണ്. മുലാഫ് എന്ന് പറഞ്ഞാൽ ഇസ്മുൻ നുസിബ ഇലസ്മിൻ ബഅദഹു. മുലാഫ് എന്ന് പറഞ്ഞാൽ ഇസ്മുൻ, അതൊരു ഇസ്മാണ്. നുസിബ, ആ ഇസ്മിനെ നിസ്ബ ചേർക്കപ്പെട്ടു. ഇലസ്മിൻ ബഅദഹു, അതിൻ്റെ ശേഷമുള്ള ഇസ്മിലേക്ക് ചേർക്കപ്പെട്ടു. ഇങ്ങനെ ശേഷമുള്ള ഇസ്മിലേക്ക് ചേർക്കപ്പെടുന്ന ആദ്യത്തെ ഇസ്മിനാണ് മുലാഫ് എന്ന് പറയാം. ഇലാഫത്ത് കൊണ്ട് മാനവിയായ ചില നേട്ടങ്ങൾ വരാനുണ്ട്. ആ നേട്ടങ്ങൾ എന്താണ്? ഫയു അറഫു ബിസബബി ഹാദിഹിൻ നിസ്ബ ഔ യുഖസ്സസു, ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഫയു അറഫു, അത് മാരിഫിയാക്കപ്പെടും. ബിസബബി ഹാദിഹിൻ നിസ്ബ, ഈ നിസ്ബ കാരണമായിട്ട് നെക്കിറയായ ഇസ്മൊക്കെ ആണെങ്കിൽ, നെക്കിറയായ ഇസ്മിന് ആണെങ്കിൽ അതിനെന്ത് ചെയ്യും? മാരിഫിലേക്ക് ഇലാഫത്ത് ചെയ്യുമ്പോൾ ആ ഇസ്മ് മാരിഫിയായിട്ട് മാറും. ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞ ഉദാഹരണം എടുക്കാം. കലമുൻ, പേന എന്നർത്ഥം. ഏതോ പേന, പ്രത്യേകിച്ചൊരു പേന ഒന്നും ഇല്ലല്ലോ, നെക്കിറയായ ഇസ്മാണ്. പക്ഷേ സെയ്ദ് എന്നുള്ളത് അലമാണ്, അത് മാരിഫിയായ ഒരു ഇസ്മാണ്. ഈ നെക്കിറയായ കലമിനെ മാരിഫയായ സെയ്ദിലേക്ക് ഇലാഫത്ത് ചെയ്യലോടുകൂടെ കലമ് മാരിഫയായി മാറി. കലമു സെയ്ദിൻ എന്നതിലെ കലമ് മാരിഫയാണ്. കാരണം അതിനെ മാരിഫയായ സെയ്ദിലേക്ക് ഇലാഫത്ത് ചെയ്തു. ഇസ്മുകൾ രണ്ട് ഇനങ്ങളാണ്, നക്കിറ, മാരിഫ. അതിലെ മാരിഫ 6 എണ്ണമുണ്ട്. 6 എണ്ണത്തിലെ 6ാമത്തേതാണ് മാരിഫയിലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെട്ട പദം എന്നുള്ളത്. ഏതൊക്കെ ഇസ്മുകളാണ് മാരിഫയായിട്ട് വരുന്ന ഇസ്മുകൾ? 6 എണ്ണം ഒന്ന് എണ്ണി പറയാൻ പറ്റുമോ? മാരിഫകൾ നക്കിറ എന്ന് പറഞ്ഞാൽ പ്രത്യേകമായിട്ട് അതെ അതെ. ഒന്നാമത്തെ ഏതാണ്? മൗസൂല. ഏറ്റവും ആദ്യത്തെ ലമീർ ഉണ്ട്. ലമീറുകളൊക്കെ മാരിഫാണ്. പിന്നെ അലിഫ്ലാമുള്ള പദങ്ങൾ, അതുപോലെ അലമുകൾ. ഓക്കെ, അലമ്. പിന്നെ അവസാനം വരുന്നതാണ് മാരിഫയിലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെട്ട പദങ്ങൾ. നേരത്തെ പറഞ്ഞ 5 എണ്ണം മാരിഫയാണ്. ആ 5 എണ്ണത്തിലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെടുന്ന പദങ്ങൾ ഉണ്ടെങ്കിൽ അതും മാരിഫയാണ്. ഇപ്പോൾ കലമു സെയ്ദിൻ എന്നുള്ള കലമു എന്നുള്ളത് ഈ 6ാമത്തേലാണ് പെടുന്നത്. മാരിഫയിലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെട്ടത് എന്ന കാറ്റഗറിയിലാണ് പെടുന്നത്. അപ്പോൾ നെക്കിറയായ ഇസ്മിൻ്റെ ഒരു മാരിഫയിലേക്ക് ഇലാഫത്ത് ചെയ്യുമ്പോൾ ആ നെക്കിറയായ ഇസ്മ മാരിഫയായി മാറും. അല്ലെങ്കിൽ ഔ യുഖസ്സസു, അല്ലെങ്കിൽ ചെറിയ തഖ്സീസ് അങ്ങനെ കിട്ടും. താരീഫ് ലഭിച്ചിട്ടില്ലെങ്കിലും
ചെറിയ തഖ്സീസ്, ചെറിയൊരു ഒരു വ്യതിരിക്തത എങ്കിലും അതിന് കിട്ടും. അതായത് നെക്കിറയ ഇസ്മിനെ മറ്റൊരു നെക്കിറയ ഇസ്മിലേക്കാണ് ചേർക്കുന്നതെങ്കിൽ അവിടെ തഅരീഫ് ലഭിക്കില്ല, എങ്കിലും ഒരു തഖ്സീസ് ലഭിക്കും. ഉദാഹരണത്തിന് പറയാം, ഇപ്പോൾ കലമു റജുലിൻ എന്ന് പറഞ്ഞു. ഇവിടെ കലമു എന്നുള്ളത് നെക്കിറയ ഇസ്മാണ്, റജുലു എന്നുള്ളത് നെക്കിറയ ഇസ്മാണ്. ഇവിടെ കലമു എന്നതിനെ റജുലിലേക്ക് ചേർക്കുമ്പോൾ കലമു റജുലിൻ എന്ന് പറയുമ്പോൾ രണ്ടും നെക്കിറയാണ്. എന്നാലും ഈ കലമിനെ റജുലിലേക്ക് ഇലാഫത്ത് ചെയ്യുമ്പോൾ ഈ കലമിന് തഅരീഫ് ലഭിക്കില്ല, എങ്കിലും ഒരു തഖ്സീസ് ലഭിച്ചു. കാരണം ഇമ്രഅത്തിൻ്റെ പെണ്ണിൻ്റെ പേനല്ലല്ലോ, മറിച്ച് കലമു റജുലിൻ എന്ന് പറയുമ്പോൾ കുറേ പേന ഇത് ഒഴിവായി. പിന്നെ ഇപ്പോൾ റജുലിൻ്റെ പേന മാത്രമേ ഉള്ളൂ. ചെറിയൊരു തഖ്സീസ് അവിടെ എന്ത് ചെയ്തു ലഭിക്കുന്നുണ്ട്. തഅരീഫ് ലഭിക്കില്ല, എങ്കിലും തഖ്സീസ് ലഭിക്കും. അപ്പോൾ ഇലാഫത്ത് കൊണ്ട് ലഭിക്കുന്ന മാനവിയായ നേട്ടം എന്ന് പറഞ്ഞാൽ ആ മുലാഫായിട്ട് വരുന്ന നക്കിറയായ ഇസ്മ് അത് ഒന്നുകിൽ മാരിഫിയാകും, അല്ലെങ്കിൽ ഒരു തഖ്സീസ് എങ്കിലും അതിന് ലഭിക്കും എന്നുള്ളതാണ് മാനവിയായ ഒരു നേട്ടം എന്ന് പറഞ്ഞാൽ. ഏതാവട്ടെ, ഈ ഒന്നാമത്തെ ഇസ്മിനാണ് നമ്മൾ മുലാഫ് എന്ന് പറയുക. രണ്ടാമത്തെ ഇസ്മ്, ഒന്നാമത്തെ ഇസ്മിനെ ഏതൊരു ഇസ്മിലേക്കാണ് ചേർക്കുന്നത് അത് രണ്ടാമത്തെ ഇസ്മാണല്ലോ, ഈ ഇസ്മിനാണ് മുലാഫിലേഹി എന്ന് പറയാം. അതിൻ്റെ നിർവചനം പറഞ്ഞാൽ ഇസ്മുൻ യഅതി ബഅദൽ മുലാഫ്, മുലാഫിൻ്റെ തൊട്ട് ശേഷം വരുന്ന ഇസ്മിനാണ് മുലാഫിലേഹി എന്ന് പറയാം. മുലാഫിൻ്റെ ശേഷം വരുന്ന ഇസ്മിന് മുലാഫിലേഹി എന്ന് പറയും. ഒരു ഉദാഹരണം നോക്കൂ. മിസ്ലു ലഇബ്ന ഫി ഫിനാഇൽ മദ്രസത്തി, ലഇബ്ന ഞങ്ങൾ കളിച്ചു, ഫി ഫിനാഇൽ മദ്രസത്തി മദ്രസയുടെ മുറ്റത്തിൽ ഞങ്ങൾ കളിച്ചു. ഇവിടെ ഫിനാ എന്ന് പറഞ്ഞാൽ മുറ്റം എന്നാണ്, മദ്രസ എന്ന് പറഞ്ഞാൽ മദ്രസ തന്നെ. ഈ ഫിനായിനെ മദ്രസയിലേക്ക് ചേർത്തു. ഏതോ മുറ്റമല്ല, അൽ മദ്രസയുടെ മുറ്റം, ഫിനായിനെ മദ്രസയിലേക്ക് ചേർത്തു. അപ്പോൾ ഇതിലെ ഫിനാ എന്നുള്ളത് മുലാഫാണ്. ഫിനായിനെയാണ് ശേഷമുള്ള ഇസ്മിലേക്ക് ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് ഫിനാ മുലാഫ്. മദ്രസത്ത് എന്നുള്ളത് മുലാഫിലേഹി, മുലാഫിൻ്റെ ശേഷം വരുന്ന ഇസ്മ മുലാഫിലേഹി. അപ്പോൾ മദ്രസത്ത് മുലാഫിലേഹി. ഈ മുലാഫിലേഹിക്ക് ഇറാബ് എപ്പോഴും ജറായിരിക്കും. അൽ മുലാഫു ഇലൈഹി മജ്റൂറുൻ, മുലാഫിലേഹി മജ്റൂർ ആയിരിക്കും എപ്പോഴും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മസ്അല, അൽ മുലാഫു യുഹദഫു തൻവീനുഹു ഇൻദൽ ഇലാഫത്ത്. ഇലാഫത്ത് ചെയ്യുന്ന അവസരത്തിൽ ഇലാഫത്തിന് മുമ്പ് തെൻവീനൊക്കെ ഉള്ള പദമാണെങ്കിൽ ആ തെൻവീൻ അവിടുന്ന് കളയപ്പെടും. ഇദാകാന മുനവ്വനൻ ഖബ്ലഹ, ഇദാകാന ആ മുലാഫ് ആയാൽ മുനവ്വനൻ തെൻവീൻ ലഭിക്കപ്പെട്ട, തെൻവീൻ ചെയ്യപ്പെട്ട ഇസ്മാണെങ്കിൽ, ഖബ്ലഹ ഇലാഫത്തിന് മുമ്പ് തെൻവീൻ ചെയ്യപ്പെട്ട ഇസ്മാണെങ്കിൽ അതിൻ്റെ തെൻവീൻ എന്ത് ചെയ്യണം, ഒഴിവാക്കണം. ഉദാഹരണം പറയാം. മിസ്ലു ലഇബ്ന ഫി ഫിനാഇൻ, ലഇബ്ന ഞങ്ങൾ കളിച്ചു, ഫി ഫിനാഇൻ ഒരു മുറ്റത്ത് ഞങ്ങൾ കളിച്ചു. ഏതോ ഒരു മുറ്റത്ത്. ഇവിടെ ഫിനാ നെക്കിറയായ ഒരു ഇസ്മാണ്, അതിന് തെൻവീനൊക്കെ ഉണ്ട്. തെൻവീൻ ഒഴിവാവണമെങ്കിൽ അത് ഗൈറു മുൻസരിഫ് ആവണം, അല്ലെങ്കിൽ ശേഷമുള്ളിലേക്ക് ഇലാഫത്ത് ചെയ്യണം, അല്ലെങ്കിൽ അലിഫ്ലാമുള്ള പദമാവണം. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. തെൻവീൻ അടിയുന്നുണ്ട്, അല്ലെങ്കിൽ അഭിനയ ഇസ്മകൾക്കൊന്നും തെൻവീൻ ഉണ്ടാവില്ല. ഇത് മുറബാണ്. തെൻവീൻ ഇല്ലാതിരിക്കാനുള്ള കാരണങ്ങളൊന്നും ഇവിടെ ഇല്ല, തെൻവീനുണ്ട്. അപ്പോൾ ഇങ്ങനെ തെൻവീനുള്ള ഈ ഒരു ഇസ്മിനെ ഇലാഫത്ത് ചെയ്യുമ്പോൾ അവിടെ തെൻവീൻ ഒഴിവാക്കിയിട്ടാണ് ഇലാഫത്ത് ചെയ്തത്. ലഇബ്ന ഫി ഫിനാ ഇൽ മദ്രസത്തി, അവിടെ ഫിനാ ഇൻ എന്ന് തെൻവീന് ഉണ്ടായിരുന്നത് ഒഴിവാക്കി. ഇങ്ങനെ ഇലാഫത്തിൻ്റെ അവസരത്തിൽ തെൻവീൻ ഒഴിവാക്കൽ നിർബന്ധമാണ്. ഇപ്പോൾ കലമുൻ സെയ്ദുൻ, ഈ കലമിനെ സെയ്ദിലേക്ക് ഇലാഫത്ത് ചെയ്യുമ്പോൾ കലമു സെയ്ദിൻ എന്ന് പറയാം. കലമു എന്നതിൽ തെൻവീൻ എന്ത് ചെയ്യണം, ഒഴിവാക്കണം. കാരണം ഇലാഫത്ത് എന്ന് പറയുമ്പോൾ തന്നെ ഏച്ചു കൂട്ടലാണ്. ഏച്ചു കൂട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, രണ്ട് വടികളൊക്കെ ഏച്ചു കൂട്ടുമ്പോൾ ഒരു വടി കൂർപ്പിക്കും, മറ്റേ വടിയിൽ ഒരു ഓട്ട കുത്തി കൊടുക്കും, എന്നിട്ട് കാണാൻ എന്ത് ചെയ്യാം, ചേർക്കുക. ഇതേപോലെ ചെത്തി കൂർപ്പിച്ച് ഒരു കലിമത്തിനെ മറ്റൊരു കലിമത്തിലേക്ക് ചേർക്കുന്ന പണിയാണ് ഇലാഫത്ത്. അപ്പോൾ അത് അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. ആ മാറ്റമാണ് ഇപ്പോൾ തെൻവീൻ ഒഴിവാക്കുക എന്ന് പറഞ്ഞത്. ഇനി അതുപോലെ തന്നെ തുഹദഫു നൂനുൽ മുലാഫി ഇതാക്കാന മുസന്നൻ ഔ ജംഅ മുദക്കരിൻ സാലിമൻ. ഇവിടെ മുലാഫായിട്ട് വരുന്ന പദം
മുസന്നയോ അല്ലെങ്കിൽ ജംഉ മുദക്കർ സാലിമോ ആണെങ്കിൽ, മുസന്നയിലും ജംഉ മുദക്കർ സാലിമൊക്കെ നൂൻ ഉണ്ടാവാറുണ്ട്. ഇപ്പം മുസ്ലിമിൻ്റെ തസ്നിയ മുസ്ലിം മാനി, അവിടെ നൂനുണ്ട്. അതിൽ ജംഉ മുസ്ലിമൂന, അവിടെ നൂനുണ്ട്. ഇങ്ങനെ ജംഉ മുദക്കർ സാലിമിലും അതുപോലെ മുസന്നയിലൊക്കെ ഉണ്ടാകുന്ന നൂന്, ആ നൂനിനെയും ഇളാഫത്തിൻ്റെ അവസരത്തിൽ കളയപ്പെടും. ഉദാഹരണം നോക്കൂ, ലമഅത്ത് ഐനാനി, ലമഅത്ത് പ്രകാശിച്ചു, തിളങ്ങി, ഐനാനി രണ്ട് കണ്ണുകൾ തിളങ്ങി. ഈ രണ്ട് കണ്ണുകൾ എന്നതിനെ പൂച്ചയുടെ രണ്ട് കണ്ണുകൾ, ഐനാനി എന്നതിനെ ഖിത്തിലേക്ക് ഇളാഫത്ത് ചെയ്യാൻ ഉദ്ദേശിച്ചു. അങ്ങനെ ഇളാഫത്ത് ചെയ്യുമ്പോൾ എങ്ങനെ പറയാം? ലമഅത്ത് ഐനാൽ ഖിത്തി, അവിടെ നൂൻ ഒഴിവാക്കി, നൂനിനെ അവിടെ കളഞ്ഞു. അപ്പോൾ മുസന്നയിലുള്ള നൂനിനെ അവിടുന്ന് കളഞ്ഞു. വേറെ ഉദാഹരണം, ജാ അ മുഅല്ലിമൂന, മുഅല്ലിമീങ്ങൾ വന്നു. അവിടെ ജാ അ മുഅല്ലിമൂൽ മദ്രസത്തി, മുഅല്ലിമൂന എന്നതിനെ മദ്രസയിലെ മുഅല്ലിമീങ്ങൾ, അങ്ങനെ മദ്രസയിലേക്ക് ചേർത്തി പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന നൂനിനെ ഒഴിവാക്കി ജാ അ മുഅല്ലിമുൽ മദ്രസത്തി എന്നായി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ തെൻവീന്, അതുപോലെ തന്നെ നൂന്, അതായത് ഇഴറാബിൻ്റെ ഹർഫിന് ശേഷം വരുന്ന നൂന്, തസ്നിയയിലും ജമ്മിലൊക്കെ വരുന്ന നൂനർത്ഥം, ഇതൊക്കെ എന്ത് ചെയ്യും? ഇളാഫത്തിൻ്റെ അവസരത്തിൽ മുളാഫിൽ നിന്ന് കളയപ്പെടണം. ഇത്രയുമാണ് മുളാഫിലെയുമായി ഇളാഫത്തുമായി ബന്ധപ്പെട്ട് പറയാനുള്ള വിഷയങ്ങൾ. കുറഞ്ഞ വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ചോദ്യത്തിലേക്ക് കടക്കാം. അതിന് മുമ്പ് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. HSA അറബിക്കിന് ചോദിച്ച ചോദ്യമാണ്. അഹദത്ത് ഫാത്തിമത്തു ഡേൽ ഡേഷ് അൽ ഉസ്താദ്. ഫാത്തിമ എടുത്തു ഉസ്താദിൻ്റെ പേന, അല്ലെങ്കിൽ രണ്ട് പേന എടുത്തു എന്നൊക്കെ ഉദ്ദേശം ഉണ്ടാവുക. ഇവിടെ ഏതാണ് ശരിയായ രൂപത്തിൽ പറയുന്നത്? ഓപ്ഷൻസ് ശരിക്കും വായിച്ച് ഉത്തരം ചെയ്യണം. അൽ കലമ എന്ന് മൂന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്തവരൊക്കെ ഉണ്ട്. നാലാമത്തെ ഓപ്ഷനാണ് കൂടുതൽ ആളുകൾ സെലക്ട് ചെയ്തത്. ഓക്കെ, നാലാമത്തെ ഓപ്ഷനാണ് ഇവിടെ ശരി. ഏതായാലും അഹദത്ത് ഫാത്തിമത്തു, ഫാത്തിമ എടുത്തു എന്ന് പറയുമ്പോൾ അഹദ മാലിയായ ഫിഅലാണ്, ഫാത്തിമത്തു അതിൻ്റെ ഫായിലാണ്. ഫാത്തിമ എടുത്തു, ഫാത്തിമ എന്താണ് എടുത്തത്? ഉസ്താദിൻ്റെ പേനയാണ് എടുത്തത്. അപ്പോൾ പേന എന്നുള്ളത് മഫ്ഊലായിട്ടാണ് ഇനി വരുന്നത്. മഫ്ഊലായിട്ട് വരുമ്പോൾ മഫ്ഊലിന് ഇറാബ് നസ്ബാണ് വേണ്ടത്. അതുകൊണ്ട് താഴെയുള്ള ഓപ്ഷനിൽ മൻസൂബായ ഓപ്ഷനാണ് നമുക്ക് ഉത്തരമായിട്ട് വേണ്ടത്. ഇവിടെ ഒന്നാമത്തെ ഓപ്ഷൻ അൽ കലമാനി എന്നുള്ളത് ഉത്തരമായിട്ട് വരില്ല. കാരണം അവിടെ അലിഫ് കൊണ്ട് റഫ് ആണ് ഇവിടെ ഉള്ളത്. ഇത് മുസന്നയാണല്ലോ കലമാനി, റഫ് ആയതുകൊണ്ട് അതൊരിക്കലും ആൻസറായിട്ട് വരില്ല. അതേപോലെ തന്നെ മൂന്നാമത്തെ അൽ കലമ എന്നുള്ളതും ഓപ്ഷനായിട്ട് വരില്ല, അലിഫ് കൊണ്ട് റഫ് ആണ്. ഇപ്പോൾ സാധ്യതകളുള്ളത് രണ്ടാമത്തെ ഓപ്ഷനും മൂന്നാമത്തെ ഓപ്ഷനാണ്. കലമൈനി എന്നുള്ള അല്ലെങ്കിൽ കലമൈ, ഈ രണ്ട് ഓപ്ഷനാണ് ഇനി ശരിയായിട്ടുള്ളത്. അത് അവിടെ തന്നെ നമ്മൾ നോക്കണം. ഇവിടെ ഇലാഫത്ത് ചെയ്തിട്ടുണ്ട്, കലമിനെ ഉസ്താദ് എന്നതിലേക്ക് ഇലാഫത്ത് ചെയ്തു. ഉസ്താദിൻ്റെ രണ്ട് പേന എന്നാണ്. അപ്പോൾ ഇലാഫത്ത് ചെയ്യുമ്പോൾ നൂന് കളയണമല്ലോ. അപ്പോൾ മൂന്നാമത്തെ ഓപ്ഷൻ ഉത്തരമായിട്ട് പറ്റൂല, നാലാമത്തെ ഓപ്ഷൻ മാത്രമാണ് അവിടെ ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അഹദത്ത് ഫാത്തിമത്തു കലമയിൽ. അങ്ങനെ മനസ്സിലായ അഹദൻ്റെ മഫ്ഊലാണല്ലോ ഇനി നമുക്ക് വേണ്ടത്. കലമ് അഹദൻ്റെ മഫ്ഊലല്ലേ, അത് മനസ്സിലായോ? അഹദത്ത് ഫാത്തിമത്തു, ഫാത്തിമ മഫ്ഊലാകുമ്പോൾ നസ്ബാണ് വേണ്ടത്. ഇവിടെ കലമാനി അല്ലെങ്കിൽ കലമേനി എന്നൊക്കെ പറഞ്ഞാൽ മുസന്നയായ പദമാണ്. മുസന്നകളാകുമ്പോൾ അതിൻ്റെ ഇറാബ് അലിഫ് കൊണ്ട് റഫ്, അതുപോലെ യാ കൊണ്ട് നസ്ബ്, ഇങ്ങനെ ഉണ്ടാവുക. നിങ്ങൾ കലമാന്ന് കണ്ടപ്പോൾ അവിടെ നസ്ബാന്ന് കരുതിയിട്ടുണ്ടാവും, ഓടിച്ചാടി ആൻസർ ചെയ്ത്. അപ്പോൾ തെഫ്നിയാണ്, തെഫ്നി ആവുമ്പോൾ അതിന് യാ കൊണ്ടാണ് നസ്ബ്.
കലമെന്ന് വേണം. അപ്പൊ നസ്ബ് ചെയ്യുന്നത് കലമീന എന്നതിന്റെ നൂനോ കളഞ്ഞത് അങ്ങനെ വരില്ലല്ലോ. കലമൈനിത്തെ നൂന് കളയണം. കലമൈ അൽ ഉസ്താദ്, നാലാമത്തെ ഓപ്ഷനാണ് ശരി. കലമയിൽ ഉസ്താദ്, കലമൈനി എന്നുണ്ടായിരുന്നത്, അത് നൂന് കളഞ്ഞു. മീനിങ് എന്ത്? 2 പേനാണോ? ഉസ്താദിന്റെ 2 പേന ഫാത്തിമ എടുത്തു. മാത്രമല്ല ഇനിയിപ്പോൾ ഒന്നാമത്തെയും മൂന്നാമത്തെ ഓപ്ഷന് ശരിയാവാതിരിക്കാൻ വേറെയും കാരണങ്ങളുണ്ട്. അലിഫ്ലാം വന്നിട്ടുണ്ട്. അലിഫ്ലാമൊന്നും ഇലാഫത്ത് മുലാഫിൽ ഉണ്ടാവില്ല. പൊതുവെ അലിഫ്ലാമും മുലാഫിൽ ഉണ്ടാവില്ല. പിന്നെ അടുത്ത ചോദ്യം, ഇഖ്തരി സ്വഹീഹ മിനൽ ജുമലിൽ ആത്തിയ. താഴെ തന്നിട്ടുള്ള ഓപ്ഷനിൽ ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ. ഇവിടെ സിഫത്തും അതുപോലെ തന്നെ ഇലാഫത്തും ഇങ്ങനെ കുറേ സംഗതികളോട് ശ്രദ്ധിക്കാറുണ്ട്. ജുംലയാണ്, ജുംലാകുമ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കാനുണ്ടാവും. കുന്തു അജ്ലിസു ഫി ഖാഅത്തിൽ ബൈത്തി നൗഫലിൻ അൽ ജമീല. ഇവിടെ സെൻറ്റൻസിൻ്റെ അർത്ഥമാണ് നൗഫലിൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത്, ആ ഭംഗിയുള്ള ആ വീടിൻ്റെ മുറ്റത്ത് ഞാൻ എന്ത് ചെയ്തു? ഇരുന്നു. ഇരിക്കുന്നവനായിരുന്നു. കുന്തു അജ്ലിസു, ഞാൻ ഇരിക്കുന്നവനായിരുന്നു. ഇവിടെ ഗ്രാമർ മിസ്റ്റേക്കൊന്നും ഇല്ലാത്ത ജുംല തിരഞ്ഞെടുക്കാൻ. ഓക്കെ, ബിയും ഡിയും ഒക്കെയാണ് ഓപ്ഷനായിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് ഓരോ സെൻറ്റൻസിലും തെറ്റ് നോക്കാം. കുന്തു അജ്ലിസു ഫി ഖാഅത്തിൽ ബൈത്തി നൗഫലിൻ. ഇവിടെ അൽ ബൈത്ത് എന്ന അലിഫ്ലാം ഇവിടെ ഒരു പിഴവാണ്. അൽ ബൈത്ത് ഇവിടെ പാടില്ല. കാരണം എന്താ? ഫി ഖാഅത്തി ബൈത്തി നൗഫലിൻ, നൗഫലിൻ്റെ വീട് എന്നാണ് നമ്മൾ പറയണത്. നൗഫലിൻ്റെ വീട്, നൗഫലിൻ്റെ വീട് എന്ന് പറയുമ്പോൾ ബൈത്ത് മുലാഫാണ്, നൗഫൽ മുലാഫിലേഹിയാണ്. നൗഫലിൻ്റെ വീട്, ബൈത്തിനെ നൗഫലിലേക്ക് ചേർക്കുന്നു, ഇലാഫത്ത് ചെയ്യുന്നു. അപ്പോൾ ബൈത്ത് മുലാഫാണ്, നൗഫൽ മുലാഫിലേഹിയാണ്. അപ്പോൾ ഈ മുലാഫിൽ അൽ ബൈത്ത് എന്ന ഈ മുലാഫിൽ അലിഫ്ലാം പാടില്ല. അപ്പോൾ അലിഫ്ലാം ഉണ്ട് എന്നുള്ളത് അവിടുത്തെ ഒരു തെറ്റാണ്, പെശകാണ്. അപ്പോൾ ആ ആൻസർ ആ ഒന്നാമത്തെ ഓപ്ഷനെ പറ്റില്ല. രണ്ടാമത്തെ ഓപ്ഷനിൽ കുന്തു അജ്ലിസു ഫി ഖാഅത്തി ബൈത്തി നൗഫലിൻ അൽ ജമീല, അവിടെ തെറ്റൊന്നുമില്ല കേട്ടോ. കുന്തു അജ്ലിസു, ഞാൻ ഇരിക്കുന്നവനായിരുന്നു. ഫിൽ ഖാഅത്തിൽ ബൈത്തി, അവിടെ അൽ ഖാഅത്ത്, അവിടെ അലിഫ്ലാം പാടില്ല. കാരണം വീടിൻ്റെ മുറ്റത്ത് നിന്നാണ്. ഖാഅത്തിൽ ബൈത്ത്, മുറ്റത്തല്ല, ഹാള്, ഖാഅത്തിൽ ബൈത്ത്. അപ്പോൾ ഈ ഖാഅത്തിൻ്റെ ബൈത്തിലേക്ക് ഇലാഫത്ത് ചെയ്യുന്നുണ്ട്. ബൈത്തിനെ നൗഫലിലേക്ക് ഇലാഫത്ത് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇവിടെ ഖാഅത്തിനെ ബൈത്തിലേക്കും ഇലാഫത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അൽ ഖാഅത്ത് എന്ന അലിഫ് അവിടെ, അലിഫ്ലാം അവിടെ പറ്റില്ല. മുലാഫ് ആയതുകൊണ്ട് മുലാഫിലെ അലിഫ്ലാം പാടില്ല. പിന്നെ അൽ ബൈത്തിലും അലിഫ്ലാം അവിടെ പാടില്ല. അതേപോലെ കുന്തു അജ്ലിസു ഫി, നാലാമത്തെ ഓപ്ഷനിൽ കുന്തു അജ്ലിസു ഫി ഖാഅത്തിൽ ബൈത്തി നൗഫലിൻ. ഒന്ന് അലിഫ്ലാമിൻ്റെ പ്രശ്നം അവിടെ ഉണ്ട്. അൽ ബൈത്ത് അലിഫ്ലാം വേണ്ട. പിന്നെ ജമീലത്തിൻ എന്നുള്ളിടത്ത് അലിഫ്ലാം വേണം. കാരണം ജമീലത്ത് സിഫത്താണ്. ജമീലത്ത് എന്തിൻ്റെ സിഫത്താണ്? ജമീലത്ത് എന്നുള്ളത് ഇവിടെ തെർക്കീബ് സിഫത്താണ്. എന്തിൻ്റെ സിഫത്താണ് അറിയാം? അല്ല, ഖാഅത്തിൻ്റെ ആണ് കേട്ടോ. ഖാഅത്തിൻ്റെ സിഫത്താണ്. അപ്പോൾ സിഫത്താവുമ്പോൾ അവിടെ സിഫത്താവുമ്പോൾ 10 കാര്യങ്ങളിൽ 4 കാര്യങ്ങളിൽ യോജിക്കണം എന്നൊക്കെയാണല്ലോ. രണ്ടും എന്തായിരിക്കണം? ഒന്നെങ്കിൽ നെക്കിറയാണെങ്കിൽ രണ്ടും നെക്കിറാണ്, മാരിഫിയാണെങ്കിൽ രണ്ടും മാരിഫിയാണ്. ഇവിടെ ഖാഅത്ത് എന്നുള്ളത് മാരിഫിയാണ്. അതുകൊണ്ട് അൽ ജമീലത്ത് എന്ന അലിഫ്ലാമോട് കൂടെയാണ് സിഫത്ത് പറയേണ്ടത്. ഖാഅത്ത് മാരിഫല്ലേ?
ഖാഅത്തിന് അതെ എങ്ങനെ ആ എങ്ങനെ മാരിഫായി? അത് ബൈത്തിലേക്കായുണ്ട്. വെറുതെ ഇലാഫത്ത് ചെയ്തുകൊണ്ട് അത് മാരിഫാവില്ല. മാരിഫയിലേക്ക് ഇലാഫത്ത് ചെയ്താലേ മാരിഫാവുള്ളൂ. ഇവിടെ ഖാഅത്തിനെ ബൈത്തിലേക്കാണ് ഇലാഫത്ത് ചെയ്തിട്ടുള്ളത്. ആ ബൈത്ത് മാരിഫയാണോ? ബൈത്ത് മാരിഫയാണെങ്കിൽ അതിലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെട്ട ഖാഅത്ത് മാരിഫയാണ്. ബൈത്ത് മാരിഫയാണോ? ആണല്ലോ. എങ്ങനെ ആണ്. എങ്ങനെ ബൈത്ത്? അതെ അതെ, ബൈത്ത് ശരിക്കും നെക്കിറയാണ്. പക്ഷെ ബൈത്തിനെ നൗഫലിലേക്ക് ഇലാഫത്ത് ചെയ്തപ്പോൾ ബൈത്ത് മാരിഫയാണ്. എന്നിട്ട് ആ ബൈത്തിലേക്ക് ഇലാഫത്ത് ചെയ്തിട്ടുണ്ട് ഖാഅത്തിനെ. അപ്പോൾ ഖാഅത്ത് മാരിഫയായി. അപ്പോൾ ആ നൗഫൽ എന്നുള്ള മുദാഫിലേഹിൻ്റെയും മുദാഫിലേഹി എന്ത് ചെയ്തപ്പോൾ മാരിഫയായി എന്നുള്ളതാണ് ഖാഅത്ത് മാരിഫയാനുള്ള കാരണം. എനിവേ ഖാഅത്ത് മാരിഫയാണ്. അതുകൊണ്ട് അതിൻ്റെ സിഫത്ത് പറയുമ്പോൾ അൽ ജമീലത്ത് എന്ന് അലിഫ്ലാമോട് കൂടെ പറയണം. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനാണ് ശരിയായിട്ട് വരാം. കുന്തു ഞാനായിരുന്നു, അജ്ലിസു ഞാൻ ഇരിക്കുന്നവനായിരുന്നു, ഫി ഖാഅത്തി ബൈത്തി നൗഫലിൻ നൗഫലിൻ്റെ വീടിൻ്റെ ഹാളിൽ ഞാൻ ഇരിക്കുന്നവനായിരുന്നു. എങ്ങനത്തെ ഹാള്? അൽ ജമീലത്തി നല്ല ഭംഗിയുള്ളതായ ഹാളിൽ. നൗഫലിന് തൻവീൻ പറ്റുമല്ലോ. അവിടെ ഒരു മുൻസിരിഫായ പദങ്ങളോ ഒന്നുമില്ലല്ലോ. അതിന് കുഴപ്പമൊന്നുമില്ല. തൊട്ടടുത്തുള്ള നോക്കേണ്ട ആവശ്യമില്ല. നൗഫലിന് ഇപ്പോൾ ഇലാഫത്ത് തൻവീൻ ഇല്ലാതിരിക്കുകയാണെങ്കിൽ ഒന്നുകത് ഒരു മുൻസിരിഫ് ആവണം, അതല്ലെങ്കിൽ അതിനെ മറ്റൊന്നിലേക്ക് ഇലാഫത്ത് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അതിന് അലിഫ്ലാം വേണം, അല്ലെങ്കിൽ നെക്കിറേ പദമായിരിക്കണം. ഇതൊന്നും ഇല്ലല്ലോ. ആ വായിക്കുമ്പോൾ കൂട്ടി വായിക്കുമ്പോൾ നൗഫലിനിൽ ജമീലത്തി എന്നൊക്കെ വായിക്കാം. അങ്ങനെ നിർത്താതെ വായിക്കുകയാണെങ്കിൽ അറബിയിലെ സാധനം വായിക്കുന്ന പോലെ വായിക്കുകയാണെങ്കിൽ കുന്തു അജ്ലിസു ഫി ഖാഅത്തി ബൈത്തി നൗഫലിൻ അൽ ജമീല എന്നൊക്കെ വായിച്ചാൽ മതി. ഇനി കൂട്ടി വായിക്കുകയാണെങ്കിൽ നൗഫലിനിൽ ജമീലത്ത് എന്ന് അടുത്ത തെൻവീൻ ഉണ്ടല്ലോ, നൗഫലിൻ എന്നത്തെ തെൻവീൻ എന്ത് ചെയ്യും? നൗഫലിൽ ജമീല അങ്ങനെ വായിച്ചു പോകാൻ പറ്റൂല. നൗഫലിൽ ജമീല എന്ന് പറയുമ്പോൾ ലാമിന് തെൻവീനോടൊപ്പം നൗഫലിൽ ജമീല എന്ന് ലാമിന് ഒരു കസർ മാത്രമല്ലേ വരുന്നുള്ളൂ. തെൻവീനോട് അതായത് അവിടെ തെൻവീൻ ഉണ്ടല്ലോ. നൗഫലിൻ എന്ന് പറയുമ്പോൾ ശരിക്കും അവിടെ എങ്ങനെയുള്ളത്? ഇവിടെ നൂനുണ്ട്, തെൻവീനുണ്ട്. ഇങ്ങനെയാണ് ശരിക്കും ഉണ്ടാവുക. നൗഫലി എന്ന് പറയുമ്പോൾ ശരിക്കും ഇങ്ങനെയല്ലേ ഉള്ളത്? ഇല്ല, നൗഫലിന് തെൻവീൻ ഒഴിവാക്കാൻ പറ്റൂല. തെൻവീൻ വേണം. നൗഫലിൻ എന്ന് തെൻവീൻ വേണം. തെൻവീൻ വേണം. അപ്പോൾ തെൻവീൻ ഉണ്ടാകുമ്പോൾ ഇവിടെ ശരിക്ക് തെൻവീൻ്റെ നൂനിന് സുക്കൂനുള്ളത്. ആ എഴുത്തിൽ നമ്മൾ നൂന് എഴുതുന്നില്ല. തെൻവീൻ എന്ന് പറഞ്ഞാൽ തന്നെ എഴുത്തിലില്ലാത്ത ഉച്ചാരണത്തിൽ മാത്രമുള്ള നൂനാണ് തെൻവീന്. എഴുത്തിലുണ്ടാവില്ല. എഴുത്തിൽ നമുക്ക് അവിടെ തെൻവീൻ ഉണ്ടെന്ന് അറിയിക്കാൻ രണ്ട് കസറ കവിട്ടെടുക്കുന്നേ ഉള്ളൂ. ശരിക്കും അവിടെ ഉച്ചാരണത്തിൽ നൂൻ അവിടെ ഉണ്ട്. സാക്കിനായ നൂനാണ് തെൻവീന്. പിന്നെ അതിന് ശേഷം അൽ ജമീൽ തൻവീൻ ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം മീനിങ് മാറും. അർത്ഥം ഇപ്പോൾ തെൻവീൻ ഇല്ലാത്തൊരു പദം കൊടുക്കുകയാണെങ്കിൽ അവിടെ ഫാത്തിമത്ത നാക്കാം ഉദാഹരണത്തിന്. അപ്പോൾ കുന്തു അജ്ലിസു ഫി ഖാഅത്തി ബൈത്തി ഫാത്തിമത്ത അൽ ജമീലത്തി കുഴപ്പമൊന്നുമില്ല. ഫാത്തിമൻ്റെ വീടിൻ്റെ കാലത്തിൽ ഇരിക്കുന്നവരായിരുന്നു. ഭംഗിയുള്ള എന്നൊരു സിഫത്ത് കാലത്തേക്ക് തന്നെ. അവിടെ ഫാത്തിമത്താക്കാണെങ്കിൽ ഇപ്പം എങ്ങനെ വരും? കുന്തു അജ്ലിസു ഫി ഖാഅത്തി ബൈത്തി ഫാത്തിമത്തൽ ജമീലത്തി അങ്ങനെ വരും. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. തെൻവീൻ ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. അർത്ഥങ്ങൾ മാറുന്നില്ല. മുൻസിരിഫ് ആയതുകൊണ്ട് അല്ല, പിന്നെ കാരണങ്ങളൊന്നും ഇല്ലാതെ വെറുതെ തെൻവീൻ ഒഴിവാക്കാൻ പറ്റൂലേ? നൗഫലിൽ തന്നെ വെക്കും ചെയ്യാം, തെൻവീൻ ഒഴിവാക്കും ചെയ്യാൻ പറ്റൂല. തെൻവീൻ ഒഴിവാക്കണമെങ്കിൽ എന്തെങ്കിലും കാരണം വേണ്ടേ? പിന്നെ അങ്ങാടി കൂടെ പോകുമ്പോൾ വേണം, നട്ടുച്ചൊക്കെ ആകുമ്പോൾ വേണം, ആനപ്പുറത്ത് കയറും വേണം, ആരും കാണാനും പാടില്ല, പറ്റൂല. പിന്നെ അപ്പോൾ തെൻവീൻ അവിടെ ഉണ്ടാവും. അപ്പോൾ കൂട്ടി വയ്ക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ അലിഫ് വസലിൻ്റെ അലിഫ് ആയതുകൊണ്ട് അവിടെ ഉച്ചാരണത്തിൽ ഉണ്ടാവില്ല.
പിന്നെ ഉള്ളത് ലാമാണ്. അൽ ജമീലത്തിൽ ലാമ ഉണ്ടാവുക. ലാമിന് സുക്കൂനാണല്ലോ. അപ്പോൾ നൂനും നൗഫലിൽ എന്ന തൻവീനത്തെ നൂനും സുക്കൂനാണ്, അൽ ജമീലത്തിൽ ലാമിനും സുക്കൂനാണ്. അത് രണ്ട് സുക്കൂൻ ഒരുമിച്ച് വരുമ്പോൾ അതിന് എന്ത് ചെയ്യും, ഒന്നാമത്തെ അക്ഷരത്തിന് കെസർ കൊടുക്കും. അങ്ങനെ നൗഫലിനിൽ ജമീല, ആ നൂന് കെസറോട് കൂടെ എന്ത് ചെയ്യും, വായിക്കും. തൻവീൻ്റെ നൂന് കെസർ എടുത്തുകൊണ്ട് വായിക്കും. ഓക്കെ. തെൻവീന് പോകണമെങ്കിൽ എന്തെങ്കിലും കാരണം വേണ്ടേ? തെൻവീൻ സാധാരണ ഇസ്മുകൾക്ക് തെൻവീൻ ഉണ്ടാവും. ഇസ്മിൻ്റെ അതിൽ അലാമത്താണല്ലോ തെൻവീന്. ഇസ്മി തിരിച്ചറിയാനുള്ള സാധാരണ ഇസ്മുകൾക്ക് തെൻവീൻ ഉണ്ടാവും. പിന്നെ തെൻവീൻ ഒഴിവാവണമെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവും. ഇപ്പം അബിനി ഇസ്മാവുമ്പോൾ തെൻവീൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഉയർ മുൻസിലിഫ് ആവുമ്പോൾ ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ പ്രത്യേക കാരണങ്ങൾ ഉണ്ടാകുമ്പോഴല്ലേ തെൻവീൻ ഇല്ലാക്കുള്ളൂ. പിന്നെ അങ്ങനെ പോയിട്ട് അടുത്ത ചോദ്യം, ഉഹിബ്ബു മൻ യുഹിബ്ബൂന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉഹിബ്ബു ഞാൻ ഇഷ്ടപ്പെടുന്നു, മൻ ഒരു കൂട്ടരെ. എങ്ങനത്തെ കൂട്ടരാണ്? യുഹിബ്ബൂന ആ കൂട്ടർ ഇഷ്ടപ്പെടുന്നു. ആരെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. അപ്പോൾ നബി തങ്ങളെ ഇഷ്ടപ്പെടുന്നവരെ ഞാനും ഇഷ്ടപ്പെടുന്നു എന്നാണ് ജുംലയുടെ അർത്ഥം. ഇതേ അർത്ഥം വരുന്ന ജുംല അടിയിൽ ഏതാണ്? മാന ഹാദിൽ ജുംല ഡാഷ് ഉഹിബ്ബു മുഹിബ്ബൂന റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഡി എന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഡി ആണ് അവിടെ ശരിയായ ഉത്തരം വരാം. ഒന്നാമത്തെ ഓപ്ഷൻ എന്താ പറ്റാക്കാനുള്ള കാരണം? മുഹിബ്ബു മുഹിബ്ബൂന റസൂലില്ല എന്ന് പറയുമ്പോൾ എന്താ അവിടെ പിഴവ് എന്താണുള്ളത്? നൂന് വന്നു എന്നുള്ളത് ഒരു പിഴവാണ് അല്ലേ? വേറെയും പിഴവുണ്ട്, ആയിക്കോട്ടെ, നൂന് വന്നു. കാരണം മുഹിബിനെ നമ്മൾ എന്ത് ചെയ്യണം? റസൂലില്ല എന്നതിലേക്ക് ഇലാഫത്ത് ചെയ്യണം. ഇലാഫത്ത് ചെയ്യുന്നുണ്ട്. വേറൊരു കുഴപ്പം കൂടി അവിടെ ഉണ്ടല്ലോ, പ്രധാനപ്പെട്ട വേറൊരു കുഴപ്പം കൂടി ഉണ്ട്. എന്താ? ഉഹിബുവിന്റെ മഫ്ഊലാണ് നമുക്ക് വേണ്ടത്. ഉഹിബു മുഹിബി എന്ന് പറയുമ്പോൾ മുഹിബ് മഫ്ഊലാണ്. ഞാൻ ഇഷ്ടപ്പെടുന്നു. ആരെ? മുഹിബീങ്ങളെ ഇഷ്ടപ്പെടുന്നു. മുഹിബ് മഫ്ഊലാണ്. അപ്പോൾ മഫ്ഊലാകുമ്പോൾ നെസ്ബ് വേണം. ഇവിടെ ജംഉ മുദക്കർ സാലിം ആയതുകൊണ്ട് യാ കൊണ്ടാണ് നെസ്ബ് വേണ്ടത്. അപ്പോൾ അവിടെ വാവ് അവിടെ തെറ്റാണ്. ഇനി മുഹിബ എന്നുള്ളിടത്തോ രണ്ടാമത്തെ ഓപ്ഷനിൽ അത് മഫ്ഊലും ബിഹി ആവുമ്പോൾ യാ നൂനല്ലേ? അതെ, യാ വേണം. യാ നൂന് നൂനില്ല കേട്ടോ, യാ കൊണ്ടാണ്. നൂനൊക്കെ പിന്നെ ജമ്മിലുള്ള സാധാരണ നൂനാണ്, ഇറാബിൻ്റെ അടയാളമല്ല. ഇറാബിൻ്റെ അടയാളം അവിടുത്തെ യാ മാത്രമാണ്. നൂന് ഇറാബിൻ്റെ അടയാളമല്ല. അതുകൊണ്ടല്ലേ ഇപ്പോൾ ഇലാഫത്തിൻ്റെ അവസരത്തിലൊക്കെ പോണത്, അതുകൊണ്ടല്ലേ. പിന്നെ മൂന്നാമത്തെ ഓപ്ഷനിൽ മുഹിബ്ബു റസൂലില്ലാഹി അവിടെ വാവുണ്ട് അല്ലേ? അപ്പോൾ ശരിയായ ഓപ്ഷന് ഉഹിബ്ബു മുഹിബ്ബി റസൂലില്ലാഹി. ശരിക്കും മുഹിബ്ബീന എന്നുണ്ടായിരുന്നു. ആ മുഹിബ്ബീന എന്നതിന് റസൂലിലേക്ക് ഇലാഫത്ത് ചെയ്തപ്പോൾ നൂന് പോയി. അങ്ങനെ ഉഹിബ്ബു മുഹിബ്ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നായി. അടുത്ത ചോദ്യം കേട്ടോ. ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഇവിടെ കലിമത്തു റമളാൻ, റമളാൻ എന്ന കലിമത്ത് അതിൻ്റെ തർക്കീബ് എന്താണെന്ന് ചോദ്യം. ഹാല് മുളാഫിലിഹി ബദല് മഫ്ഊലി ബിഹി. ഷഹ്റു റമളാന എന്നാണ് വായിക്കണ്ടേ. ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ബദൽ സി അല്ലേ? ബദൽ എന്തെന്ന് ബദല്? ഷഹറിന്റെ ബദല്. അപ്പൊ ഷഹ്റു എന്ന് വായിക്കുമ്പോൾ ഇപ്പൊ ഷഹ്റു റമളാനു എന്ന് വായിക്കണം. ഇവിടെ ഷഹ്റു എന്നാണ്. ഇവിടെ ഷഹ്ർ എന്നുള്ള മാസം അല്ലേ? മുളാഫിലിയാണ് ശരിയായ ഉത്തരം. റമളാൻ എന്നുള്ളത് ആ ഷഹറിൻ്റെ പേരാണ്. ഇങ്ങനെയുള്ള ഇലാഫത്തിനാണ് എന്താ പറയുക?
മുസമ്മയെ ഇസ്മിലേക്ക് ഇദാഫത്ത് എന്ന് പറയാം. ഇവിടെ മുസമ്മൻ എന്ത് ചെയ്തു? ഇസ്മിലേക്ക് ഇദാഫത്ത് ചെയ്തു. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഷജറുൽ അറാഖ് എന്ന് പറയും. ഷജറുൽ അറാഖ്, അറാഖ് വൃക്ഷം, അല്ലെങ്കിൽ ഷജറുൽ സാജ്, തേക്ക് വൃക്ഷം എന്നൊക്കെ പറയും. ശരിക്ക് ഈ ഷജർ എന്നുള്ളത് അറാഖ് അല്ലെങ്കിൽ സാജ് എന്നൊക്കെ പറഞ്ഞാൽ അത് ആ ഷജറിൻ്റെ പേരാണ്. ഇങ്ങനെ ആ പേരിലേക്ക് ഇലാഫത്ത് ചെയ്തുകൊണ്ട് വരാറുണ്ട്. മുസമ്മനെ ഇസ്മിലേക്ക് ഇലാഫത്ത് ചെയ്യുന്ന ഇലാഫത്താണ് ഇവിടുത്തെ ഇലാഫത്ത്. മുദാഫിലേഹിയാണ്. പിന്നെ ഇതിന് നെസ്ബ് ഇട്ടാനുള്ള കാരണം എന്താണ്? അതെ, മംനൂ മിന സർഫാണ് അല്ലേ? അതെന്താ മംനൂ മിന സർഫ് ആവണമെങ്കിൽ നമ്മൾ 2 ഇല്ലത്തൊക്കെ വേണമെന്ന് പറഞ്ഞല്ലോ. ഇവിടെ ഏതൊക്കെ ഇല്ലത്താണുള്ളതെന്ന് പറയാൻ പറ്റുമോ? ഒന്ന് അലിഫ് നൂന് സായിദി ആയി എന്നുള്ളത് ഒരു ഇല്ലത്ത്. രണ്ടാമത്തെ ഇല്ലത്ത് സിഫത്തൊന്നുമല്ലല്ലോ. അലമാണ്. ഒരു മാസത്തിൻ്റെ പേരാണ് അലമാണ്. അപ്പോൾ അലമ് അതുപോലെ തന്നെ സിയാദത്ത്, അലിഫ് നൂന് സായിദി ആവാന്നുള്ളത്. ഇതാണ് ഇവിടുത്തെ ഒരു മുൻസിഫ് ആവാനുള്ള കാരണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ആക്കുമ്പോഴോ ഇവിടെ റമദാൻ മാസം നോമ്പ് നിയത്തൊക്കെല്ലോ. നിയത്ത് വെക്കുമ്പോൾ എങ്ങനെ നിയത്തൊക്കെ? നവീത്ത് സൗമഖദിൻ അൻ അദായി ഫർദി റമദാനി. റമദാനാന്നോ റമദാനിന്ന് പറയല്? റമദാനി തന്നെ പറയല്. റമദാനി തന്നെ പറയേണ്ടത്. അവിടെ തെറ്റൊന്നുമില്ല, റമദാനി തന്നെ പറയേണ്ടത്. പക്ഷെ അവിടെ എന്തുകൊണ്ട് റമദാനിന്ന് പറഞ്ഞു എന്നുള്ള ചോദ്യമാണല്ലോ. നോമ്പ് നീത്തക്കില്ലേ? നവീത്ത് സോമഗദിൻ അന്നദായി ഫർദ് റമദാനി ആദി സനത്തി ലില്ലാഹി തആല. അത് പ്രത്യേകം ഒരു റമദാന് അവിടെ അലമായിട്ട് ഉദ്ദേശിക്കണില്ല. മൊത്തത്തിൽ എന്ത് ചെയ്തു? നെക്രിയായിട്ടാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് റമദാന്. അതുകൊണ്ടാണ് ഈ ഇദാഫത്ത് ചെയ്തിട്ടുണ്ടല്ലോ. ഷഹർ റമദാനി ശേഷം ഇദാഫത്ത് ചെയ്തിട്ടുണ്ടല്ലോ. റമദാനി ഹാദി സനത്ത്, ഈ മാസത്തിലെ റമദാനി ഇദാഫത്ത് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരു മുൻസരിഫിന് ഇറാബ് ലഭിക്കണമെങ്കിൽ ഒരു നിബന്ധന പറഞ്ഞതാണ്. അതിനെ ഇദാഫത്ത് ചെയ്യാൻ പാടില്ല എന്നൊരു നിബന്ധന പറഞ്ഞിരുന്നു. ഇവിടെ റമദാനി ഹാദി സന, ഈ വർഷത്തെ റമദാന്, ഇങ്ങനെ എന്തുണ്ട്? ഇദാഫത്ത് വന്നിട്ടുണ്ട്. ആദ്യം പറഞ്ഞല്ലോ കേട്ടോ, നെക്കറായിട്ട് ഉദ്ദേശിക്കുന്നല്ല. മുലാഫിലേക്ക് ചെയ്യുമ്പോൾ കുഴപ്പമില്ല. ശേഷം ഇതിലേക്ക് ഇലാഫത്ത് ചെയ്യുമ്പോൾ മുലാഫ് ആയിട്ട് വരുമ്പോൾ പ്രശ്നമാണ്. നമ്മൾ മസാജിദില്ല എന്നൊക്കെ ഉദാഹരണം കൊടുത്തില്ലേ? മസാജിദ് ഒരു മുൻസിഫാണ്. പക്ഷെ സൊല്ലൈത്തു ഫി മസാജിദില്ലാഹി ആദ്യം വന്നാലാണ് മുലാഫായിട്ട് ആയി വന്നാല് അതിന് ഹർക്കത്ത് ലഭിക്കൂല്ലേ? കസറത്ത് കൊണ്ട് തന്നെ ജെറ് ഉണ്ടാവും. മുലാഫിലേഹി ആയിട്ട് വന്നാല് ഓരോ മുൻസരിഫ് ആവും ചെയ്യും. ഓക്കെ. പിന്നെ അടുത്ത ചോദ്യം, മാഹിയ സ്വഹീഹത്തു മിനൽ ഇബാറാത്തിൽ ആത്തിയ. ശേഷമുള്ള താഴെയുള്ള ഇബാറത്തുകളിൽ സ്വഹീഹ് തിരഞ്ഞെടുക്കാൻ. ദഹബത്തി ത്വാലിബാത്ത് ഇലാ ബുയൂതി ഉസ്റതിഹിന്ന. ഇവിടെ ഓപ്ഷൻസ് കുറേ ഉണ്ട് കേട്ടോ. 1, 1, 3, 4, 3, 4 ഇങ്ങനെ കുറച്ചുണ്ട്. ഓപ്ഷൻ ബി അല്ലേ? 1 and 3 ആണോ? നമുക്ക് നോക്കാം. ദഹബത്തി ത്വാലിബാത്തു ഇലാ ബുയൂത്തി ഉസ്റതിഹിന്ന. ദഹബത്തി ത്വാലിബാത്തു, വിദ്യാർത്ഥിനികൾ പോയി, ഇലാ ബുയൂത്തി ഉസ്റതിഹിന്ന, അവരുടെ കുടുംബക്കാരുടെ വീട്ടിലേക്ക് പോയി. ഇവിടെ പിഴവൊന്നും കാണുന്നില്ല. ബുയൂത്തി എന്നുള്ളതിനെ ഉസ്റത്തിലേക്ക് ഇലാഫത്ത് ചെയ്തിട്ടുണ്ട്. ഉസ്റത്ത് എന്നതിനെ ഹുന്ന എന്ന ലമീറിലേക്ക് ഇലാഫത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തില്ല? പ്രശ്നങ്ങളൊന്നും ഈ ഒന്നാമത്തെ ജുംലയിൽ ഇല്ല. ദഹബത്തി ത്വാലിബാത്തു. ദഹബത്ത് എന്ന് മുഅന്നസാക്കാനുള്ള കാരണം ഫായിൽ വരുന്നത് ത്വാലിബാത്ത് എന്നുള്ള മുഅന്നസാണ്. ഫായിൽ മുഅന്നസാകുമ്പോൾ ഫീൽ മുഅന്നസാക്കണം. അങ്ങനെയാണ് ദഹബത്ത് എന്ന് പറഞ്ഞത്. ഓക്കെ. അപ്പോൾ ഒന്നാമത്തിൽ തെറ്റൊന്നുമില്ല കേട്ടോ. ഇനി രണ്ടാമത്തത് ത്വാലിബാത്തു
ദഹബത്ത് ഇലാ ബുയൂത്തിൽ ഉസ്രത്തിഹിന്ന. അവിടെ എന്താ തെറ്റുള്ളത്? അവിടെ തെറ്റുണ്ട് രണ്ടാമത്തെ ജുംലയിൽ. എന്തൊക്കെയുള്ളത്? പറയാൻ പറ്റൂല. പറയാൻ പറ്റൂലത്. പിന്നെ എന്താ പറയേണ്ടത് അവിടെ? ഓക്കെ. അപ്പോൾ ത്വാലിബാത്ത് ആദ്യം പറഞ്ഞ് അതിലേക്ക് ലമീർ മടങ്ങുമ്പോൾ ജമ്മാണെങ്കിൽ ജമ്മായിട്ട് തന്നെ മടങ്ങണം. അപ്പോൾ അത്വാലിബാത്തു ദഹബുന എന്നാണ് പറയേണ്ടത്. വേറെ ഒരു തെറ്റും കൂടി അവിടെ ഉണ്ട്. ഒരു മിനിറ്റ്, ഇതിപ്പോ ഇപ്രാണെങ്കില് അതായത് ഫെയില് കൊണ്ട് തുടങ്ങുകയാണെങ്കിൽ ഇത് ബാധകമല്ലല്ലോ. അല്ലല്ല, അതല്ല ഫസ്റ്റത്തെ ജുംലയിൽ അങ്ങനെയല്ല വന്നിട്ടുള്ളത്. ദഹബത്ത് ആദ്യം വന്നു, ത്വാലിബാത്ത് പിന്നെ വന്നു. പിന്നെ ഉസ്റത്ത് അലിഫ്ലാം ചേർന്നതല്ലേ തെറ്റ്? അതെ, അല്ലുസ്റത്ത് നിന്ന് അലിഫ്ലാമിൻ്റെ ആവശ്യം അവിടെ ഇല്ല. അപ്പോൾ അതാണ് രണ്ടാമത്തെ തെറ്റ്. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷന് തെറ്റാണ് അല്ലേ? ഓക്കെ. ഇനി മൂന്നാമത്തെ നോക്ക്. മൂന്നാമത്തെ എന്താ? അത്വാലിബാത്തു ദഹബുന ഇലാ ബുയൂത്തി ഉസ്റത്തിഹിന്ന. അവിടെ എന്താ തെറ്റുള്ളത്? തെറ്റുണ്ടോ ഇല്ലേ? അവിടെ തെറ്റില്ല. അത്വാലിബാത്തു ദഹബുന ഇലാ ബുയൂത്തി ഉസ്റത്തിഹിന്ന. ഓക്കെ. അപ്പോൾ ഒന്നാമത്തവും മൂന്നാമത്തവും ശരിയാണ് അല്ലേ? നാലാമത്തെ അടുത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? അത്വാലിബാത്തു ദഹബു ഇലൽ ബുയൂത്തിൽ ജമ്മാക്കിയില്ല. ദഹബു എന്നുള്ള ജമ്മു മുദക്കറാണ്. അത്വാലിബാത്ത് ജമ്മു മുഅന്നസ് ആണ്. ഓക്കെ. അപ്പോൾ അവിടെ തെറ്റ് വന്നു. പിന്നെ ഇലൽ ബുയൂത്തിൽ ഉസ്റത്ത് എന്നുള്ളടത്ത് അൽ ബുയൂത്ത് വേണ്ട, അലിഫ്ലാം അവിടെ വേണ്ട. മുലാഫിൽ അലിഫ്ലാം ഉണ്ടാവില്ല. മുലാഫിൽ അലിഫ്ലാം ഉണ്ടാവില്ല. ബുയൂത്തിൽ ഉസ്റ എന്ന് പറഞ്ഞാൽ ശരിയാവും. അവിടെ അൽ ഉസ്റത്ത് അലിഫ്ലാം കുഴപ്പമില്ല, കാരണം ഉസ്റത്തിന് മറ്റൊന്നിലേക്ക് ഇലാഫത്ത് ചെയ്യണില്ല. മറ്റുള്ള ഉദാഹരണങ്ങളിൽ ശരിയാണ്. നഹവിയായിട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മള് ബിയില് പറഞ്ഞില്ലേ ബുയൂത്തിൽ ഉസ്റത്തി ഹിന്നാന്ന്, അതില് അലിഫ്ലാം അവിടെ വരൂല. പക്ഷെ അതിന് കാരണം എന്താ? അത് മുലാഫ് ആയതുകൊണ്ട് അവിടെ ഉസ്റത്തിനെ ഹുന്ന എന്ന ലമീറിലേക്ക് ഇലാഫത്ത് ചെയ്തു. അപ്പൊ ഉസ്റത്ത് മുലാഫാണ്. മുലാഫ് ആയതുകൊണ്ട് അലിഫ്ലാം പാടില്ല. നാലാമത്തെ ഓപ്ഷനിൽ ഉസ്റത്തിനെ ഇലാഫത്ത് ചെയ്തിട്ടില്ല. മുലാഫ് അല്ലാതെ അലിഫ്ലാം വരാം. അപ്പോൾ ഓക്കെ അല്ലേ? ഇനി അടുത്ത ചോദ്യം. അപ്പോൾ 1, 3 ശരി കേട്ടോ. പിന്നെ അടുത്ത ചോദ്യം, ഇഖ്തരി സ്വഹീഹ. സ്വഹീഹ് തിരഞ്ഞെടുക്കാൻ ബഅദൽ ഇഹ്തിഫാലി ബി ഫൗസിഹി ഫിൽ ഇൻതിഖാബാത്തി റിആസിയ്യ. അവിടെ ബഅദൽ ഇഹ്തിഫാലി എന്നാണോ? ബഅദൽ ഇഹ്തിഫാല, ബഅദുൽ ഇഹ്തിഫാലു, ബഅദുൽ ഇഹ്തിഫാൽ, ഏതാണ് അവിടെ ശരിയായ ഓപ്ഷൻ വായിക്കേണ്ടത്? ബഅദുൽ ഇഹ്തിഫാലി ബി ഫൗസിഹി ഫിൽ ഇൻതിഖാബാത്തി റിആസിയ്യ. ഓപ്ഷൻ എ. ഈ ബഅദ്, ഖബർ ഇതൊക്കെ വരുമ്പോൾ ശേഷമുള്ളതിൽ പിന്നെ അതിലേക്ക് ഇലാഫത്ത് ചെയ്തുകൊണ്ടാണ് പറയാം. ഇഹ്തിഫാലിൻ്റെ ശേഷം. അപ്പോൾ ഈ ബഅദ് എന്നതിനെ ഇഹ്തിഫാലിലേക്ക് എന്ത് ചെയ്തു? ചേർത്ത് ഇലാഫത്ത് ചെയ്തുകൊണ്ട്. അപ്പോൾ ഇഹ്തിഫാലി മുലാഫ് ഇലൈഹിയാണ്. അതിന് ബഅദൽ ഇഹ്തിഫാലി എന്നാണ് പറയേണ്ടത്. ബഅദൽ ഇഹ്തിഫാലി ആഘോഷത്തിൻ്റെ ശേഷം. എന്തുകൊണ്ടുള്ള ആഘോഷം? ബി ഫൗസിഹി, അദ്ദേഹത്തിൻ്റെ വിജയം കൊണ്ടുള്ള ആഘോഷത്തിന് ശേഷം. എവിടെയുള്ള വിജയം? ഫിൽ ഇൻതിഖാബാത്തി റിആസിയ്യ, പ്രധാനപ്പെട്ട പരീക്ഷകളിൽ, മെയിൻ എക്സാമിൽ അദ്ദേഹം വിജയിച്ചത് കാരണമായിട്ടുള്ള ആഘോഷത്തിൻ്റെ ശേഷം. ഏതോ ജുംലൻ്റെ ഒരു കഷ്ണമാണത്. ഏതാണ്ട് ബഅദിൻ്റെ ശേഷമുള്ള ഇംതിഹാന് ഇഹ്തിഫാലിൻ്റെ ശേഷം എന്നാണ്. അപ്പോൾ ഇലാഫത്ത് മുലാഫിലേയാണ് ഇഹ്തിഫാൽ. ബഅദ് മുലാഫാണ്, ഇഹ്തിഫാൽ മുലാഫിലേയാണ്. ഒന്നാമത്തെ ഓപ്ഷനാണ് ശരി. അടുത്ത ചോദ്യം, ഇഖ്തരി സ്വഹീഹ്. വഹുവല്ലദീ ലഹറ മിനൽ ഉലമാഇ അവ്വലൻ ലി മുഹാറബത്തിൽ ഹുക്കൂമത്തിൽ ഇൻജിലിസിയ. അവിടെ അൽ ഹുക്കൂമത്തിൽ ഇൻജിലിസിയ എന്നുള്ളത് വായിക്കേണ്ട ശരിയായ രൂപം. ക്ലാസ് റെക്കോർഡ് ചെയ്യാറില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. തുടക്കത്തിലൊക്കെ എല്ലാവരും റെക്കോർഡ് ചോദിച്ചിരുന്നു. ഇപ്പോൾ ക്ലാസ് റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യാറുണ്ട്, പക്ഷെ ആരും കാണാറില്ല എന്ന് തോന്നുന്നുണ്ട്.
വഹുവല്ലദി ലഹറ മിനൽ ഉലമായി അവ്വലൻ. വഹു അദ്ദേഹമാണ് അല്ലദി ലഹറ മുന്നോട്ട് വന്ന വെളിവായി വന്ന ആൾ മിനൽ ഉലമായി ഉലമാക്കളിൽ നിന്ന് അവർ ആദ്യമായിട്ട് ഈ മുഹാറബത്തുൽ ഹുക്കൂമത്തുൽ ഇൻജിലിസിയ ഇംഗ്ലീഷ് ഗവൺമെൻറ്റിനോട് ബ്രിട്ടീഷ് അല്ലെങ്കിൽ ഇംഗ്ലണ്ട് ഗവൺമെൻറ്റിനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി ആദ്യമായിട്ട് മുന്നിട്ടിറങ്ങിയ ആൾ അദ്ദേഹമാണ്. അവിടെ അൽ ഹുക്കൂമത്തിൽ അൽ ഇൻജിലിസിയത്തിൻ എന്ന് പറയാൻ പറ്റുമോ? ഒന്നാമത്തെ ഓപ്ഷനിൽ എന്ത് തെറ്റെന്താ ഉള്ളത്? അലിഫ്ലാമും തെൻവീനും രണ്ടും കൂടി ഒരുമിച്ച് വിടാൻ പാടില്ലല്ലോ അല്ലേ? അപ്പോൾ രണ്ടിടത്തും അൽ ഹുക്കൂമത്ത് എന്നുള്ളിടത്തും ഇൻജിലി രണ്ടിടത്തും എന്തോന്നു അലിഫ്ലാമും തെൻവീനും ഒന്നിച്ച് വന്നിട്ടുണ്ട്. അത് പറ്റൂല. അലിഫ്ലാം ഉണ്ടെങ്കിൽ പിന്നെ തെൻവീൻ പാടില്ല. ഇവിടെ അലിഫ്ലാം വേണം. അപ്പോൾ അലിഫ്ലാം വേണം, പക്ഷേ തെൻവീൻ എന്തില്ല, അപ്പം പാടില്ലായിരുന്നു. ഇപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനിൽ എന്താ തെറ്റുണ്ടോ? രണ്ടാമത്തെ ഓപ്ഷനിൽ തെറ്റൊന്നുമില്ല, അത് സ്വയാണ് അല്ലേ? മൂന്നാമത്തെ ഓപ്ഷനിൽ അൽ ഹുക്കൂമത്തൽ ഇൻജിലിസിയ മൂന്നാമത്തെ ഓപ്ഷൻ എന്താ തെറ്റാ? അവിടെ മുഹാറബത്തി എന്ന മസ്തറിനെ ഹുക്കൂമത്തിലേക്ക് ഇലാഫ ചെയ്തിട്ടല്ലേ? ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം മൂന്നാമത്തെ ഓപ്ഷന് ശരിയായിട്ട് വരാനൊക്കെ പറ്റും. പക്ഷെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തത് ആൻസർ കീയിലൊക്കെ രണ്ടാമത്തെ ഓപ്ഷനാണെന്ത് ശരിയായി കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ പറയുന്നേ ഉള്ളൂ. ഈ മൂന്നാമത്തെ ഓപ്ഷനാൽ ഹുക്കൂമത്തിൽ ഇൻജിലിസിയ എന്ന് മൂന്നാമത്തെ ഓപ്ഷനും ശരിയാക്കാം. എങ്ങനെ ശരിയാക്കാം എന്നറിയാം? ഈ മുഹാറബത്ത് എന്നുള്ള മസ്തർ ഉണ്ടല്ലോ, മുഹാറബത്തിനെ യുദ്ധം ചെയ്യുക എന്നാണ് വാക്കിൻ്റെ അർത്ഥം. ഈ ആരാ യുദ്ധം ചെയ്യുന്ന ആൾ? നേരത്തെ പറയപ്പെട്ട ആ പണ്ഡിതൻ, ഉലമാക്കളിൽ നിന്ന് നേരത്തെ വന്ന ആ പണ്ഡിതൻ, അവരാണ് യുദ്ധം ചെയ്യുന്ന ആൾ. അതായത് ആ മസ്തറിൻ്റെ ഒരു ഫായിൽ ഉണ്ടാവുമല്ലോ, യുദ്ധം ചെയ്യാന്ന് പറയുമ്പോൾ യുദ്ധം ചെയ്യുന്ന ഒരാളുണ്ടാവും. അത് നേരത്തെ പറയപ്പെട്ട വഹുവ എന്നുള്ള ആ ഒരു വ്യക്തിയാണെന്ത് യുദ്ധം ചെയ്യുന്ന ആൾ. ആരോട് യുദ്ധം ചെയ്യുന്നത്? അൽ ഹുക്കൂമത്തുൽ ഇൻജിലിസിയ, ഇംഗ്ലീഷ് ഗവൺമെൻറ്റിനോട് യുദ്ധം ചെയ്യുന്നത്. അപ്പം മുഹാറബത്തിൻ്റെ മഫ്ഊലാണ് ആര്? അൽ ഹുക്കൂമത്തുൽ ഇൻജിലിസിയ എന്നുള്ളത്. മസ്തറിനൊന്നുണ്ടാവും, അതിന് ഒരു ഫീലിൻ്റെ അർത്ഥം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിന് ഒരു ഫായിലും മഫൂലൊക്കെ ഉണ്ടാവും. അപ്പോൾ മുഹാറബത്തിൻ്റെ മഫ്ഊലാണത്. മഫ്ഊലാകുമ്പോൾ അതിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? നസ്ബ് കൊടുക്കാം. എങ്ങനെ? ഈ മുഹാറബത്തിൻ എന്നിവിടെ തെൻവീനോട് കൂടി വായിക്കണം. അതായത് മുഹാറബത്തിനെ ഇലാഫത്ത് ചെയ്യാതെ ലി മുഹാറബത്തിൻ അൽ ഹുക്കൂമത്തൽ ഇൻജിലിസിയത്ത എന്ന് വായിക്കുകയാണെങ്കിൽ അവിടെ ആ മൂന്നാമത്തെ ഓപ്ഷനോട് പറ്റും. പക്ഷേ സാധാരണഗതിയിൽ മസ്തറിനെ ശേഷമുള്ളതിലേക്ക് ഇലാഫത്ത് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക പറയാം. ചിലപ്പോൾ ഫായിലേക്ക് അല്ലെങ്കിൽ മഫൂലിലേക്കൊക്കെ ഇലാഫത്ത് ചെയ്തിട്ടാണ് സാധാരണഗതിയിൽ പറയാറ്. അതാണ് ലഫ്ലിയായ ഇലാഫത്തിനെ കുറിച്ച് പറയും. ഏതാവട്ടെ, ഇങ്ങനെ ഇലാഫത്ത് ചെയ്യുമ്പോൾ പിന്നെ മുഹാറബത്തി ഇവിടെ തെൻവീൻ ഉണ്ടാവില്ല. അങ്ങനെ ലി മുഹാറബത്തി എന്ന് വായിക്കും. അങ്ങനെ ലി മുഹാറബത്തി എന്ന് വായിക്കും. പിന്നെ ശേഷം പിന്നെ എന്താണ് മുദാഫിലേഹി ആയിട്ട് വരണം. അതാണ് അൽ ഹുക്കൂമത്തിൽ ഇൻജിലിസിയ എന്ന് രണ്ടാമത്തെ ഓപ്ഷൻ ആയിട്ടേ വരുള്ളൂ. മുഹാറബത്തിന്ന് ഇവിടെ ഹുക്കൂമത്തിന് എന്തുകൊണ്ടാ അൽ ചേർത്തത്? ഏത് ഹുക്കൂമത്ത് ഇൻജിലിസിയത്തിലേക്ക് ഇലാഫത്ത് ചെയ്തിട്ടില്ലേ? ഏതോ ഗവൺമെന്റ് അല്ലല്ലോ, അറിയപ്പെട്ട ആ ഒരു ഗവൺമെന്റ്, പ്രത്യേകം ഒരു ഗവൺമെന്റ് ഉദ്ദേശം ഉണ്ടല്ലോ നമുക്ക്. ഏതോ ഗവൺമെന്റിനോട് യുദ്ധം ചെയ്യുന്നല്ലോ, നമ്മളെ ആ ഗവൺമെന്റിനോട് നമുക്ക് പ്രത്യേക ഉദ്ദേശമുള്ള ഒരു ഗവൺമെന്റ് ആണല്ലോ. അതുകൊണ്ട് അത് അഹദിന്റെ അലിഫ്ലാം എന്നതിനെ കുറിച്ച് പറയാം. അഹദിന്റെ അലിഫ്ലാമാണ്. അപ്പൊ മുലാഫ് ചെയ്യുമ്പോ അലിഫ്ലാം ഉണ്ടായ കുഴപ്പമില്ല അല്ലേ? എങ്ങനെ? അല്ല, ഇലാഫത്ത് ചെയ്യുമ്പോൾ അലിഫ്ലാം ഉണ്ടാവാൻ പറ്റൂല പറഞ്ഞില്ലേ? അത് മുലാഫിലാണ് ഉണ്ടാകാൻ പറ്റാത്തത്. ഹുക്കൂമത്ത് ഇവിടെ മുലാഫല്ലല്ലോ, മുലാഫി ഇലൈഹി അല്ലേ. മുലാഫി ഇലൈഹിൽ അലിഫ്ലാം ഉണ്ടാവുക കുഴപ്പമൊന്നുമില്ല. മുഹാറബത്തിന് അല്ല, ഇൻജിലിസിയ എന്നുള്ള സിഫത്താണ്. എന്തല്ല അൽ ഇൻജിലിസിയ, ഇംഗ്ലീഷുകാരായിട്ടുള്ള ഗവൺമെന്റ്. ഹുക്കൂമത്ത് എന്നുള്ള ഇൻജിലിസിയ എന്നുള്ള സിഫത്താണ് ഹുക്കൂമത്തിന്റെ, അതായത് മുലാഫിലെ അല്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഈ മുഹാറബത്തിൻ എന്ന് തെൻവീൻ കൊടുത്ത് വായിക്കുകയാണെങ്കിൽ, ക്വസ്റ്റ്യനിലാണ് മുഹാറബത്തിന് അറക്കുന്ന തന്നിട്ടില്ല.
മുഹറബത്തിൻ എന്ന് തെൻവീൻ ചെയ്ത് വായിച്ചുകൊണ്ട് വേണമെങ്കിൽ അൽ ഹുക്കൂമത്ത എന്ന് നെസ്ബ് കൊടുത്തുകൊണ്ട് മൂന്നാമത്തെ ഓപ്ഷനും പറ്റും. സാധാരണഗതിയിൽ അങ്ങനെ ഇലാഫത്ത് ചെയ്തിട്ടാണ് പറയാറ്. അങ്ങനെ നോക്കുമ്പോൾ രണ്ടാമത്തെ ഓപ്ഷനേ പറ്റുള്ളൂ. ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ ആൻസർ കീയിലൊക്കെ രണ്ടാമത്തെ ഓപ്ഷൻ മാത്രമാണ് ശരിയായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ ചെയ്താൽ മതി, വെറുതെ റിസ്ക് എടുക്കണ്ട. ഈ മുഹാറബത്തിൽ ഹുക്കൂമത്തിൽ ഇൻജിലിസിയ. ഇനി അടുത്ത ചോദ്യം, അസ്റഅ സായിഖു സയ്യാറാത്തിലെ അസ്റഅ വേഗത്തിൽ ആക്കി കുളിരിച്ചു, സായിഖു സയ്യാറാത്ത് സയ്യാറാത്തിനെ കാറുകൾ അല്ലേ, കാറുകളുടെ ഡ്രൈവർ നല്ല വേഗത്തിൽ വണ്ടി ഓടിച്ചു. അതാണ് അസ്റഅ. ഇവിടെ ഹവ്വിൽ കലിമത്ത സായിഖ്, സായിഖ് എന്ന കലിമത്തിനെ തെറ്റിക്കുക, ഇലാ ജംഇഹ അതിൻ്റെ ജംഇലേക്ക് തെറ്റിക്കുക, ജംആക്കി മാറ്റുക. അപ്പോൾ എങ്ങനെയാണ് ശരിയായിട്ട് രൂപത്തിൽ പറയേണ്ടത്? സായിഖിനെ ജംആക്കുമ്പോൾ എങ്ങനെയാണ് പറയേണ്ടത്? അസ്റഅ സായിഖു സയ്യാറാത്ത്, സായിഖൂന എന്നാണ് നേരത്തെ ഉണ്ടായിരുന്നത്. അവിടെ എന്ത് ചെയ്തു? ആ നൂനെ കളഞ്ഞു. അപ്പോൾ അസ്റഅ സായിഖു സയ്യാറാത്ത്. അവിടെ അലിഫിൻ്റെ ആവശ്യമില്ല. സായിഖു നാലാമത്തെ ഓപ്ഷൻ്റെ ഒരു അലിഫുണ്ട് അവിടെ. അലിഫിൻ്റെ ആവശ്യമില്ല. അലിഫിന് സാധാരണ ഫീലിലാണല്ലോ അലിഫ് ഉണ്ടാവാറ്. ഇല്ല, കാരണം സായിഖൂന സയ്യാറാത്ത് എന്ന് പറയുമ്പോൾ സായിഖിനെ സയ്യാറാത്തിലേക്ക് ഇലാഫത്ത് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ നൂന് പാടില്ലല്ലോ. അപ്പൊ നമ്മള് സയ്യാറത്തിനെ മഫ്ഊലായിട്ട് പറയണെങ്കിൽ സായിഖൂന ഫായിലായിട്ട് അങ്ങനെ പറഞ്ഞൂടെ? ഇവിടെ എങ്ങനെ മഫ്ഊലാവണത്? സായിഖൂന സയ്യാറാത്തി അല്ലേ, മഫ്ഊലായിട്ടോ. സായിഖൂനെ ഓടിക്കുന്നവർ, എന്തിനെ ഓടിക്കുന്നവർ? സയ്യാറാത്തിനെ അല്ലേ. അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഒപ്പിക്കാം, പറ്റും. സായിഖൂന സയ്യാറാത്ത്. പക്ഷെ നമുക്ക് വേണ്ടത് ഇപ്പം അസ്റഅ സായിഖു സയ്യാറാത്ത് എന്നുള്ളിടത്ത് സായിഖിനെ ജമ്മാക്കാനെ പറഞ്ഞത്. അസ്റഅ സായിഖു സയ്യാറാത്ത് എന്നുള്ളിടത്ത് സായിഖ് എന്നാണ് ഇലാഫത്ത് ചെയ്തിട്ടല്ലേ കൊടുത്തിട്ടുള്ളത്, മുലാഫായിട്ടല്ല വന്നിട്ടുള്ളത്. അവിടെ വേണമെങ്കിൽ അസ്റഅ സായിഖുൻ സയ്യാറത്ത് അവിടെയും പറ്റും. നെയ്വ് പഠിച്ചാൽ പിന്നെ അങ്ങനെയാണ് ഒക്കെ ശരിയാക്കാം നമുക്ക്. നെയ്വ് കൊണ്ട് തലേ കയറിയാലേ പിന്നെ നമുക്ക് തെറ്റായിട്ട് ഓപ്ഷനൊന്നും ഉണ്ടാവില്ല, ഫുള്ള് ശരിയാക്കാരാം. എങ്ങനെയെങ്കിലൊക്കെ ഒപ്പിക്കാൻ പറ്റും. അപ്പം നല്ലൊരു ഒരു ഓപ്ഷനാണ് പറഞ്ഞത്. അസ്റഅ സായിഖൂന സയ്യാറാത്ത് മഫ്ഊലായിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം പറ്റും. അവിടെ ഇലാഫത്ത് ചെയ്തിട്ട് തന്നെ കൊണ്ടുവരണം എന്നൊന്നുമില്ലല്ലോ. ഇലാഫത്ത് ചെയ്യുകയാണെങ്കിൽ അവിടെ രണ്ടാമത്തെ ഓപ്ഷനാണ് ശരി. അത്രേ ഇപ്പോൾ അതിന് പറയാൻ പറ്റുള്ളൂ. അല്ല പിന്നെ ക്വസ്റ്റ്യനിൽ എന്ത് തരണം? അസ്റഅ സായിഖു എന്ന് ഒരു എന്ത് ലമ്മൊക്കെ ഇട്ട് ഇവിടെ മുലാഫാണ് എന്ന് അറിയിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഒരു അലാമത്തൊക്കെ ആയിട്ട് കൊണ്ടുവരണം. എന്നാൽ പിന്നെ നമ്മളെ വിടുവായത്വത്തിനൊന്നും പിന്നെ ചാൻസ് ഉണ്ടാവില്ല. അവിടെ പിന്നെ ഇലാഫത്ത് ചെയ്യാനേ പറ്റുള്ളൂ. അങ്ങനെ ഒന്നും കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ആ ഇഷ്ടത്തിന് ചെയ്യാൻ നിൽക്കണ്ട, പരീക്ഷ ആയതുകൊണ്ട് ഒരു ഉദ്ദേശം ഒരു റൂട്ടുണ്ടാവും. ആ റൂട്ടിൽ കിട്ടിയില്ലെങ്കിൽ മാർക്ക് കിട്ടൂല. അതൊക്കെ ഒരു പരിധി. അപ്പം ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ചർച്ചകളിവിടെ തീരാണ്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടോ നമ്മളെ ഇലാഫത്തുമായി ബന്ധപ്പെട്ട്? അടുത്ത പാഠം നമുക്ക് ഇൻഷാ അല്ലാഹ് സിഫത്തുമായി ബന്ധപ്പെട്ടുള്ള പാഠമാണ് അടുത്ത ക്ലാസ്സിൽ. കഴിഞ്ഞ ക്ലാസ്സിന്റെ ഒക്കെ റെക്കോർഡ് വീഡിയോ ഇട്ടിട്ടുണ്ടോ? അല്ല, അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരും ഗ്രൂപ്പിൽ ചോദിക്കാമെന്നല്ല, ഗ്രൂപ്പിൽ ഇട്ടിട്ടില്ല. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഒരു മരണം ഉണ്ടായതുകൊണ്ടേ